بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഇരുന്നോ ഇരുന്നിട്ടാണ് ഇത് കാര്യം മുസന്നിഫ് അവിടെ പ്രബലപ്പെടുത്തുന്നത് വസ്ഫ് ആയിരുന്നു ഇലാഹി എന്ന പദേ വസ്ഫ് ആയിരുന്നു പിന്നീട് അത് അലമാക്കി ഒലബത്താക്കൊണ്ട് അലമാക്കി മാറ്റി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ കീല അലമുല്ലിദാത്തിൽ മഖ്സൂസി എന്ന് പറഞ്ഞു. അതിന് ഇല്ലത്തായിട്ട് പറഞ്ഞത് ഒന്ന് യൂസഫു അല യൂസഫു അത് വസ്ഫാക്കപ്പെടും, അതുകൊണ്ട് വസ്ഫാവില്ല ഒന്ന്. പിന്നെ അള്ളാഹ്ക്കൊരു ഇസ്മ കൂടാതെ കഴിയൂലല്ലോ, അവന്റെ മേലിൽ സിഫാത്തുകളൊക്കെ പറയണമെങ്കിൽ. അള്ളാഹുവിന്റെ മേലിൽ ഇത്ലാക്കാക്കപ്പെടുന്ന ഒരു നാമങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈ ഇസ്മാകാന് ഈ നാമമല്ലാതെ പറ്റിയത് കാണുന്നില്ല. അപ്പൊ ഇതന്നാണ് രണ്ട്. ഇത് വസ്ഫ ആണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗഹീദാവില്ല. ശിർക്കത്ത് ശിർക്കത്തിനെ തടയുന്നില്ലല്ലോ. ലാ ഇലാഹ ഇല്ല റഹ്മാനോ തൗഹീദിന്റെ കലിമത്താകാത്തത് പോലെ മൂന്നായി. എന്നിട്ട് പിന്നെ അദ്ഹർ പറയാണ് മൂപ്പര്. അദ്ഹർ ഇട്ടുകണ്ട പറഞ്ഞത് കൂടുതൽ ആഹിറുള്ളത് എന്താണ്? അസ്ല് അന്നഹു വസ്ഫുൻ ബി അസ്ലി, അസ്ല് വസ്ഫാണ്. അതിന്റെ കാരണം അതിന് മൂപ്പര് ഇവര് പറഞ്ഞ റദ്ദോട് കൂടെയുള്ള കാരണങ്ങളെ പറയുന്നത്. ഈ മൂന്ന് കാരണത്തിന് റദ്ദ് എടുക്കാണ്ടുള്ള കാരണം പറയാൻ പോണത്. ലമ്മാ കൊല്ലിബാലൈഹി, ഈ അള്ളാഹിന്റെ ഇസ്മിന്റെ മേലിൽ വസ്ഫാണല്ലോ, അതിന് ആ വസ്ഫിന്റെ മേലിൽ അമിതം മുഖാലബത്ത് ആക്കപ്പെട്ടപ്പോൾ, മികപ്പിക്കപ്പെട്ടപ്പോൾ, മറ്റൊന്നിൽ ഉപയോഗിക്കാത്ത നിലക്ക് ആ മുബാലകത്താക്കപ്പെട്ടപ്പോൾ, അത് അലമ് പോലെ ആയപ്പോൾ അപ്പോൾ അലമിന്റെ സ്ഥാനത്ത് അതിന് നടത്തപ്പെട്ടു. അതിന്റെ മേലെ വസ്ഫുകളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് വസ്ഫ് പറയാതിരിക്കുന്നതിൽ. അപ്പൊ യൂസഫ് ബിഹിന്റെ ജവാബാണ് ഇപ്പ പറഞ്ഞത്. മനസ്സിലായ? പിന്നെ ആദ്യമേ തത്തറുക്ക് എഹ്തിമാലി ശിർക്കത്തിൽ, അതിലേക്ക് ശിർക്കത്ത് വരാത്ത വിധത്തിൽ. അതേ ശിർക്കത്താന്ന് പറഞ്ഞുകൊണ്ടല്ല ലാസ്റ്റ് ഒരു ഇല്ലത്ത്, ആ ഇല്ലത്ത് പൊളിച്ചതാണ്. അത് പൊളിഞ്ഞാ അതിന്റെ മുന്നേ പറഞ്ഞ വാദം പൊളിഞ്ഞു. അലമു പോലെ ആയി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ലായില്ലാത്ത പ്രശ്നം തീർന്നില്ലേ? മനസ്സിലായ? പിന്നെ അവിടെ പറഞ്ഞൊരു കാരണം അള്ളാഹ്ക്കൊരു പേരുണ്ട് എന്നാ അല്ലേ? ആ ഇല്ലത്തിനേക്കുള്ള സൂചനയാണ്. പിന്നെ അപ്പൊ അത് എന്തിലൊക്കെ നടത്തപ്പെട്ടോ വസ്ഫ് അതിന്റെ മേലെ നടത്തുന്നതിലും, അതുകൊണ്ട് വസ്ഫ് പറയാൻ പാടില്ല എന്നതിലും, ശിർക്കത്ത് അതിലേക്ക് ചെന്ന് വരൂല എന്നതിലും അതിന് തത്തറുക്കി ചെന്ന് വരാം. കാരണം അള്ളാന്റെ ദാത്ത് മിനഹൈത്ത് ഹുവ, അത് ദാത്താണെന്ന നിലക്ക് മറ്റൊരു കാര്യവും പരിഗണിക്കാതെ എന്നറിഞ്ഞ സിഫത്താണ്. ഹക്കീക്കയായതോ അല്ലെങ്കിൽ സാങ്കല്പികമായതോ ആയ ഒരു കാര്യവും പരിഗണിക്കാതെ അള്ളാന്റെ ദാത്ത് അത് ദാത്താണെന്ന നിലക്ക് അള്ളാന്റെ ദാത്ത് മാത്രം നോക്കിയാല്, അള്ളാന്റെ ദാത്ത് മാത്രം നോക്കിയാല് ദാത്താണെന്ന നിലക്ക് വൈറുമാക്കൂലിൽ ബശരി, അത് മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് വരൂല. നമ്മളെ ബുദ്ധിന്റെ വായ്പാട്ട. മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് അള്ളാന്റെ ദാത്ത് എന്താണ് എന്നുള്ളത് എന്താക്കാൻ പറ്റൂല, അക്കലിലേക്ക് കൊണ്ടുവരാനേ പറ്റൂല. അപ്പൊ ദാത്തിന്റെ മേലില് നേരെ അറിയിക്കുന്ന ഒരു ലഫ്ള് സാധ്യമല്ല.
ദാത്തിനെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ലഫ്ള്. ദാത്ത് ബുദ്ധിക്ക് വരൂല. ദാത്തിനെ പറ്റി പറയാൻ പറ്റണ, ദാത്തിനെ കൃത്യമായിട്ട് ബയാൻ ചെയ്യണ, ദാത്ത് എന്താണെന്ന് ദലാലത്താകണ, ദാത്ത് എന്താണെന്ന് ദാലാകണ ഒരു ലഫ്ള് ഉണ്ടാവൂല. അതുകൊണ്ട് ദലാലത്ത് കിട്ടൂല. ഒരു ലഫ്ള് കൊണ്ടും അവന്റെ ദാത്തിന്റെ മേലെ ദലാലത്ത് കിട്ടൂല. ദാത്ത് ആർക്കും പറയാൻ കഴിയൂല. ആ അതുകൊണ്ട് ദാത്തിനെ അറിയിക്കാൻ ഒരു നാമ ആവശ്യമില്ല. അവന്റെ വസ്ഫായ ഇട്ട് മാത്രമേ അള്ളാഹിനെ എന്താക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദാത്തിനെ നേരെ അറിയാൻ കഴിയൂല. അപ്പൊ ദാത്തിന്റെ മേലെ അറിയിക്കണ ഒരു ഇസ്മ ഉണ്ടാവൂല, ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതപ്പം മൂപ്പരെ പോക്ക്. ലൗദല്ല അലാ മുജറദി ദാത്തിൽ മഖ്സൂസി. അല്ലാഹു എന്നത് അവന്റെ മഖ്സൂസായ ദാത്തിന്റെ മേലിൽ, തനിച്ച ദാത്തിന്റെ മേലിൽ അറിയിക്കുകയാണെന്ന് വെക്കുക. എന്ന് പറഞ്ഞല്ല, എന്ന് പറഞ്ഞാലേ അല്ല, ആ അല്ലാഹ് എന്ന പദം അവന്റെ ദാത്തിന്റെ മേലെ അറിയിക്കുന്നു എന്ന് വെക്കുക. നേരെ ദാത്തിനെ മനസ്സിലാക്കി തരുന്നുണ്ടെന്ന് വെക്കുക. മഖ്സൂസായ ലമാ അഫാദ ളാഹിറു ഖൗലിഹി സുബ്ഹാന. എല്ലാവരും കേറിയില്ല? കേറിക്കണോ? ലമാ അഫാദ ളാഹിറു ഖൗലിഹി സുബ്ഹാനഹു തആല. അല്ലാഹുവിന്റെ വാക്കുണ്ടല്ല, അതിന്റെ ലാഹിർ അർത്ഥമില്ലാതെയാകും. അത് അള്ളാഹിന്റെ ദാത്താണ് അള്ളാഹ് എന്ന പദം എന്ന് വെച്ചാൽ തെളിവ്. രണ്ടാമതൊരു തെളിവ് അറിയണേ. അള്ളാഹ് എന്നത് അള്ളാഹിന്റെ ദാത്തിന്റെ നേരെ പദം ആണെങ്കിൽ, ദാത്തിന്റെ മേലെ അറിയിക്കണ വസ്ഫിന്റെ ചൊയ ഇല്ലാത്ത, വസ്ഫിയത്തെ അവിടെ തീരെ ഇല്ലാത്ത ഒരു പദമാണെങ്കിൽ, ലൗദല്ല ഈ അള്ളാഹ് എന്ന അറിയിക്കുന്ന പദമാണെങ്കിൽ, അല്ല മുജറദ് ദാത്തിൽ മഖ്സൂസി, മഖ്സൂസായ പ്രത്യേകമായ അള്ളാഹിന്റെ ദാത്തിന്റെ മേൽ അറിയിക്കുന്ന പദമാണെങ്കിൽ, ലമാ അഫാദ ളാഹിറ ഖൗലിഹി സുബ്ഹാനഹു തആല, അല്ലാഹു തആലാന്റെ വാക്കിന്റെ ലാഹിർ, നേരെ ലാഹിർ ഫായിദ ഉണ്ടാക്കൂല, അർത്ഥം കിട്ടൂല. ഏത് വാക്ക്? വഹുവല്ലാഹു ഫിസ്സമായി, അവൻ അള്ളയാണ്, ദാത്താണ് ആകാശത്തിൽ എന്ന് പറയുമ്പോ ആകാശത്തിൽ അല്ലെന്ന് വരുന്ന കോലത്തിലാവും. മറിച്ച് ആരാധിക്കപ്പെടുന്നവനാണ് എന്ന അർത്ഥത്തിന്റെ സൂചന അവിടെ ഉണ്ട് നോക്കുമ്പോ അല്ലാഹു എന്ന പദത്തിന് അങ്ങനെ ഒരു സൂചന ഉണ്ടെന്ന് വെക്കണം. മനസ്സിലായ? അപ്പർത്ഥം കിട്ടും. ആകാശത്തിൽ അവൻ അല്ലാഹു ആണ്, ആരാധിക്കപ്പെടുന്ന ആ അള്ളയാണ്, ആരാധിക്കപ്പെടുന്ന എന്നുള്ള അർത്ഥം കൊടുക്കേണ്ടി വരും അള്ളാഹ്ക്ക്. അപ്പൊ വസ്ഫിന്റെ അർത്ഥം ഉണ്ടല്ല. മനസ്സിലായ? അല്ലാതെ ആകാശത്തവൻ അള്ളയാണെന്ന് പറയുമ്പോ ആകാശത്ത് ഉത്തർക്കാണ് ദാത്തെന്ന് വരുന്ന എന്ന വലത്തിലായി മാറും. അപ്പൊ ലമാ അഫാദ ഖൗലുഹു ളാഹിറു ഖൗലിഹി, അള്ളാന്റെ വാക്കിന്റെ പ്രത്യക്ഷം ആ ഫായിദ ഉണ്ടാക്കൂല. മാനൻ സ്വഹീഹൻ, ശരിയായത് മാനം. പ്രത്യക്ഷം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു കണ്ട് ഒപ്പിക്ക. അവിടെ എന്തെങ്കിലും സങ്കല്പിച്ചാൽ മതി. മനസ്സിലായ? അവിടെ എന്തെങ്കിലും സങ്കല്പിച്ചാൽ മതി. മാബൂദുന എന്തെങ്കിലും കൂടാ കൂട്ടിക്കൊടുത്താൽ മതി. ആരാധിക്കപ്പെടുന്നവന്നിട്ട് കൂട്ടിക്കൊടുത്താൽ മതി. വലിയ മാനൽ ഇസ്തിഖാഖി, പിടിച്ചതാക എന്നതിന്റെ മറ്റൊരു കാരണം പറയാണ് വസ്ഫാണ് എന്നതിലേക്ക്. പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ? കൗനു അഹദിൽ ലഫ്ളൈനി മുശാരിക്കൻ ലിൽ ആഖരി ഫിൽ മഅനാ വതർകീബി. ഒരു പദത്തെ മറ്റൊരു പദത്തിൽ നിന്ന് പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ആ രണ്ട് പദവും ആകണ് എന്നാണ്. എന്ത് രണ്ട് പദം, ഒരു പദത്തിന് മറ്റൊരു പദത്തിന് പിടിക്കാന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട പദവും പിടിച്ച പദവും ഈ രണ്ട് പദവും ആണ് മുശാരിക്കൻ ലിൽ ആഖരി ഫിൽ മഅന. അസ്ല് മഅനയിൽ ഇത് മറ്റേനോട് പങ്കായിരിക്കും അല്ലേ?
എന്താ പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അർത്ഥമുള്ളൂ? അസ്ല് മാനയിൽ ഒന്നൊന്നിനോട് പങ്കായിരിക്കും. ഇപ്പൊ തെർക്കീബ് പദങ്ങളിലും പങ്കായിരിക്കും. അസ്ല് പദങ്ങളിൽ തെർക്കീബ് പറഞ്ഞാൽ ഫളല്, അതേ പദം ഇതിലുണ്ട്, ഇതേ പദം ഇതിലുണ്ട്, അർത്ഥമുണ്ട്. ആ കാര്യം, ആ ഇസ്തിഖാഖ്, അതാണ് ഇസ്തിഖാഖിന്റെ അർത്ഥമുള്ളൂ. അതാണ് ഇപ്പൊ ഇസ്തിഖാഖ് എന്ന് പറഞ്ഞാല്. വഹുവ ആ കാര്യം ഹാസിലും ബൈനഹു വ ബൈനൽ ഉസൂലിൽ മദ്കൂറത്തി, എന്തുണ്ട്? ബൈനഹു അല്ലാഹു എന്ന പദത്തിന്റെ ഇടയിലും വബൈനൽ ഉസൂലിൽ മദ്കൂറത്തി, നേരത്തെ പറഞ്ഞതിന്റെ അസ്ൽ പദങ്ങളില്ലേ, എന്തിൽ നിന്ന് പിടിച്ചതാണ്? ലാഹയിൽ നിന്നാവട്ടെ അലിഹയിൽ നിന്നാവട്ടെ, അതിന്റെ ഇടയിലും ഈ അള്ളാഹ് എന്നതിന്റെ ഇടയിലും ഈ പറഞ്ഞ ഇസ്തിഖാഖ് ഉണ്ടായിരുന്നു. വഹുവ ഈ ഇസ്തിഖാഖ് ഉണ്ട്, ഹാസിലും അതുണ്ട്. ആ അല്ലാ നീ ഗീല തീർന്നിട്ടില്ല. വക്കീല, അപ്പൊ അതും കഴിഞ്ഞിട്ടാ മനസ്സിലായ? പറയപ്പെട്ടു അസ്ലുഹു, ഇതിന്റെ 5 വട്ടം ഓതണം. നല്ല പരീക്ഷ വരുമ്പോ ഇതൊക്കെ ചോദ്യങ്ങൾ ഇവിടൊക്കെ എവിടെയും വരാം. ഞാൻ ഇനി വേറെ ക്ലാസ് ഒന്നും, ഞാൻ ക്ലാസ് എത്തിയില്ലെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾ 100 വട്ടം ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല. ഇത് ക്ലാസ് ആണ്. ഇത് 5-6 വട്ടം ഓതി റെഡിയാക്കി അത് എന്താ പറയുന്നതെന്ന് കാണാതെ എഴുതേണ്ടി വന്നാൽ എഴുതാനും പഠിച്ചിട്ട് നല്ലതായിട്ട് പഠിച്ചാൽ മതി. അല്ലാതെ വേറെ ക്ലാസ് വെച്ചിട്ട് ഇതൊക്കെ തന്നെ ക്ലാസ് പരീക്ഷ എന്താണ് സെലക്ഷന്റെ ക്ലാസ് തന്നെ നടക്കുന്നത്. പിന്നെ വക്കീല പറയപ്പെട്ടു അസ്ലുഹു ലാഹ, ലാഹ എന്ന പദമാണ് പോലും സുറിയാനി ഭാഷയിലുള്ള ലാഹ. ലാഹാന്നായിരുന്നു, അവസാനത്തെ അലിഫിനെ കളഞ്ഞതാണ്. ലഹാന്ന ഹായിന്റെ അലിഫില്ലേ, അത് കളഞ്ഞതാണ്. എന്നിട്ട് അലിഫ്ലാമ് കടത്തും ചെയ്ത് എന്നായിരുന്നു. പിന്നെ അലിഫ്ലാമ് നമ്മളെ അറബിയിലുള്ള അലിഫ്ലാമ് കടത്തും ചെയ്തത്. ലാമിനൊന്ന് കനപ്പിച്ചും ചെയ്തത് അല്ലാതുന്നത് അല്ലോ എന്നാക്കി. എപ്പോഴാ ലാമിന് കനം കൊടുക്കുള്ളൂ? ലാമിന്റെ മുമ്പത്തെ അക്ഷരം പത്താവുമ്പോ. ലില്ലാഹിന്റെ അവിടെ കനം ഇല്ലല്ല. ലാമിന്റെ തൊട്ട് മുന്നേ അവിടെ ഗസ്റ അവൽ ലമ്മായാല് സുന്നത്തന്നേക്കൂല, സുന്നത്തായ നിലക്ക് തഫ്വീന് സുന്നത്തുള്ളൂ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ അർത്ഥം സുന്നത്തായി ത്വരീഖത്ത് മസ്ലൂഖത്ത് മുതവാത്തിറത്ത് മിൻ ഉലമായിൽ ഖിറാഅത്തി, ചര്യയായിട്ട് എന്ന് അർത്ഥം വെച്ചാൽ മതി. മുതവാത്തിറായ ചര്യയാണ്. പണ്ടൊരു തർക്കം ഉണ്ടായിരുന്നു, അല്ലാഹു എന്ന പദത്തിനെ തഫ്ഹീമാക്കി അങ്ങനെ നമ്മൾ ഓതുമാതിരി പറയണോ അല്ലെങ്കിൽ അല്ലാ എന്ന് പറഞ്ഞാൽ മതിയോ എന്ന്. നമ്മളെ കേരളത്തിലൊരു പണ്ഡിതന്മാര് തമ്മിലുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. കുത്തുബയും ഉസ്താദും എല്ലാം കൂടെ എവിടെ ഉണ്ടാവും, എവിടെയും വായിച്ചുമ്പോ ഓർത്താൻ പറ്റില്ല. അടുത്ത് വക്കീല പറയപ്പെട്ടോ ഈ തഫ്ഹീമാക്കുക എന്നത് മുത്തലക്കൻ നിരുപാധികമാണ് എന്ന്. ഗസ്റുള്ളിടത്തും ആക്കണോ? മനസ്സിലായ? ലമ്മും പത്തുള്ളിടത്ത് മാത്രമല്ല. ലില്ലോഹി ലില്ലോഹി ലാമരുത് കേട്ടാ. അത് പൊട്ടന്മാരമാതിരി ആവുന്നുണ്ട് പലരും. പിന്നെ മൂത്തനെ ഏത് അലിഫ്? നീട്ടണ അലിഫായിരിക്കും, ലാമിന്റെ അല്ല. അല്ല നീട്ടണ അലിഫ് കണ്ടില്ലേ? കണ്ട മൗലിയരെ അലിഫിനെ കണ്ടങ്ങളെ അല്ല ഇവിടെ കണ്ടിട്ടില്ലേ? ഇനി തൊട്ടടി തന്നെ ലാമിന്റെ ഹായിന്റെ ഇടയിലുള്ള അലിഫേ അലിഫിനെ കടയിലെ ലഹനെന്നത് വിളവാണ്. നിസ്കാരം പാത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കുറച്ച് നീട്ടണം. അതുകൊണ്ട് കെട്ടാവുകയും ചെയ്യൂല. അലിഫ് കളഞ്ഞാല് ആര് കെട്ടാവൂല? വായില്
ഫായില് റഫ് ചെയ്ത് വായിക്കൂടും എല്ലാരും. യമീനി സത്യത്തിന്റെ വ്യക്തമായ സത്യം കെട്ടാവും ചെയ്യും. അല്ല ഒല്ല് ഒല്ല് ചിലപ്പോ അറബിയാളെ അങ്ങനെ പറയും, ഒല്ല് ഒല്ലു എന്ന് പറയില്ല. പിന്നെ വന്നിരിക്കുന്നു ആര് വന്നു, അത് വന്നു, ഫായിൽ വന്നോട്ടെ. അലിഫ് കളഞ്ഞത് വന്നു, അലിഫ് കളഞ്ഞൽ വന്നു. പാട്ടിന്റെ കവിതയുടെ അത്യാവശ്യത്തില് അല അറിയണ ബാറക്കല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ഇരിക്കട്ടെ സുഹൈല്. ഇതാ അള്ളാഹു ബർക്കത്ത് ചെയ്താൽ ആളുകൾക്ക്. പിന്നെ റഹ്മാൻ, അപ്പൊ അള്ളാഹുവിന്റെ ദൈവന്. പക്ഷെ ഇബ്നു കസീർ ഈ അള്ളാഹു അലമന്നെയാണ് എന്നുള്ള പോക്ക. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അലമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള നേരെ അലമാണ്. അലമന്നെ പിന്നീട് അലമായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. മറ്റു മതക്കാര് ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ തന്നെ ലാഹ് എന്ന പദം അവരുടെ ഭാഷയിലുണ്ട്. അപ്പൊ ആ പദം തന്നെ ഒന്ന് വസ്ഫ് അലമായാലും പ്രശ്നമില്ല, അലമായാലും പ്രശ്നമില്ല. അല്ലാഹി എന്ന് തന്നെയാണ് അവർ ഉപയോഗിച്ചതെന്ന് തന്നെ മനസ്സിലാവില്ല. ലാഹി എന്ന് ഏതായാലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല, അലാഹി എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. ബൈബിളിൽ അലാഹ് എന്ന് കാണുന്നു. പിന്നെ റഹ്മാനാകുന്നത് ഇവര് ചിലപ്പോ വെറുതെ ക്രിസ്ത്യൻകള് പണ്ടൊക്കെ വരെ അല്ലാന്ന്, ഈ ജൂതന്മാരിപ്പോഴും അല്ലാന്ന് തന്നെ പറയുന്നുണ്ട്. മൂസാ നബി പ്രചരിപ്പിച്ച പ്രതിബോധനം ചെയ്ത അല്ലെന്നെയാണ് മുസ്ലിമീങ്ങൾ പറയുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പത്തെ ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഇപ്പൊ ഉള്ളവര് അല്ല, ഇവർക്കെന്തായി ആൾക്കാരിങ്ങനെ അങ്ങോട്ട് പോകൽ തുടങ്ങിയപ്പോ, അല്ല അവിടുന്ന് ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരൽ തുടങ്ങിയപ്പോ ഏകദൈവ വിശ്വാസം, ബൈബിളിൽ പറഞ്ഞ ഏകദൈവ വിശ്വാസം കുറെയൊക്കെ ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കാണ്ട് ത്രിയേകത്തല്ല എന്ന് വായിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് കണ്ടിട്ട് ആളുകളൊക്കെ കുറെയൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നെങ്കിയപ്പോ വലിയ ഉടായ്പറ്റിക്കാണ്ട് എന്താക്കി, അല്ല എന്നത് അങ്ങനൊരു ആണ്. അവര് പ്രവാചകന്മാരെ മൊഴിഞ്ഞിട്ടേ ഇല്ല, അത് ഈ മുഹമ്മദ് നബി എവിടുന്ന് ഉണ്ടാക്കിയതാണ്, അറേബ്യ ഗോത്ര ദൈവമാണെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അറേബ്യകള് അങ്ങനെ വെറുതെ ഉണ്ടാക്കിയതാണ്, പഴയ പുസ്തകത്തിലൊന്നും എന്തില്ല അല്ലാഹ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല എന്നിപ്പോ വരുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് നമ്മൾക്ക് നേരെ അലമാണെന്ന് പറഞ്ഞാലും വസ്ഫായിട്ട് പിന്നെ അലമാണെന്ന് പറഞ്ഞാലും അലാഹ് എന്ന പദവും ലാഹ് എന്ന പദമൊക്കെ ദൈവം എന്ന അർത്ഥത്തിന് എത്രയോ ഉപയോഗിച്ചിട്ടുണ്ട്. അവരും സുറിയാനി ഭാഷയിലും അത് തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. എലാഹി ലാഹി ലമാ ശബത്താനി എന്നാണ് മറ്റീൽ കാണുന്നത്. ആര് ആ കൊല്ലപ്പെട്ടതായ ആ ജൂതൻ വിളിച്ചു പറഞ്ഞത്, യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞാ വലിയ എഴുതിയിട്ടുള്ളത്. ഏതായിരിക്കട്ടെ, മനസ്സിലായ, അവിടെ അലാഹ് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് പണ്ടേ ഉപയോഗിച്ചിരുന്ന പദം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ മുമ്പുള്ള നബിമാരും പറഞ്ഞ വാചകം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അലാഹും ഇല്ലല്ലൊക്കെ ഉണ്ടെന്നാ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ആശയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആശയാണ് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനൊന്നും ആണെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. റഹ്മാനാകുന്നത് റഹീമുമാകുന്നത് ഇസ്മാൻ അത് നാമങ്ങളാണ്. ബുനിയാദിനെ എടുക്കപ്പെട്ടു മുബാലഗത്തി അമിതം ആയ അനുഗ്രഹം ചൊരിയുന്നവൻ എന്ന് അർത്ഥം കിട്ടാൻ. റഹിമ എന്ന് പറഞ്ഞതിന് നേരെ അനുഗ്രഹം ചൊരിയുന്നവൻ എന്നതിന് റാഹിം എന്നാ പറയല്. ഇവിടെ ഇപ്പൊ ഏത് ഫായിലാൻ വസലിലും ഫായില് വസലിലേക്കും മാറ്റിയിട്ടാണ് എടുത്തത്. ഇപ്പൊ മുബാലഗത്തിന് വേണ്ടി കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നവൻ എന്ന അർത്ഥം കിട്ടും. പിന്നെ എന്താ പറഞ്ഞ് റഹിമ, റഹിമയിൽ നിന്നുള്ള എന്ന് പോലെ ഗളിബയിൽ നിന്ന് ഗളബാൻ ഭയങ്കര ദേശക്കാരെന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോ ഭയങ്കര അനുഗ്രഹം ചൊരിയുന്നവെന്ന അർത്ഥം കിട്ടും. വൽ അലീമി, അലീമിനെ എടുക്കലുണ്ടല്ലോ, അമീൻ അലീമ, അവിടെ ആലിം എന്നല്ലല്ലോ എടുത്തത്. അതുപോലെയാണ് റഹീം എന്ന പദം എടുത്തത്. ശരിക്കും റഹീം എന്നാണ് സാധാരണ പറയാറുള്ളത്.
വറഹ്മത്തു ബിൽ ലുഗത്തി, ഭാഷയിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റിഖത്തുൽ ഖൽബി. ഭാഷാപരമായിട്ടുള്ള അർത്ഥം ഒരിക്കലും റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പദത്തിന് പറയാൻ പാടില്ല. എന്താ ഭാഷയിലെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റിഖത്തുൽ ഖൽബ്, ഹൃദയത്തിലെ ലോലത. വൻഇതാഫുൻ, ഒരു മയം, ഒരു ചുളിവ്, ഹൃദയത്തിന് വരുന്ന ഒരു മയം, ദയ. അത് തേടും തഫല്ലുല, ഈ ഹൃദയത്തിലെ മയവും എന്താ ദയയും ഒക്കെ തേടുന്നതായ തഫല്ലുല വൽ ഇഹ്സാന. എന്തിനെ തേടും? ഒരാൾക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കലിന് തേടുന്നതായ ഹൃദയത്തിലുള്ളതായ ഒരു ദയക്കും മയത്തിനുമാണ് എന്തെന്ന് പറഞ്ഞത്? റിഖത്തുൽ ഖൽബി വൻഇതാഫുൻ, ഹൃദയത്തിലെ മയവും ദയയുമാണ്. തഫല്ലുല വൽ ഇഹ്സാന, നന്മയെ ചെയ്യലിനെയും ഒക്കെ തേടുന്ന. മനസ്സിലായ? പക്ഷെ അള്ളാഹ്ക്ക് ഹൃദയമില്ല, അള്ളാഹ്ക്ക് അവയവങ്ങളില്ല. അപ്പൊ പിന്നെ അള്ളാഹിനെ പറ്റി ഹൃദയത്തിലെ മയം, നമ്മളെ പൊതുവെ റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയ സ്പന്ദനം എന്താ പറയലെന്ന് അറിയില്ല. ഹൃദയത്തിലെ മയത്തിന അള്ളാഹ്ക്ക് അങ്ങനെ അർത്ഥത്തിന് എന്താക്കാൻ പാടില്ല, പറയാൻ പാടില്ല. അള്ളാഹിന്റെ ഉദ്ദേശം അവിടെ ഒരാൾക്ക് ഹൃദയത്തിന് മയം ഉണ്ടായാൽ അതിനാൽ എന്താ ഉണ്ടാകല്? തഫല്ലുല് ഇഹ്സാനെ തേടുന്നല്ലേ പറഞ്ഞത്. മറ്റൊരാൾക്ക് എന്തിനെ തേടും? നന്മ ചെയ്തു കൊടുക്കലിനെ തേടും. അപ്പൊ നന്മ ചെയ്യുന്നവൻ എന്ന അർത്ഥമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല, എന്തല്ല, ഹൃദയത്തിലെ മയം, അത് നന്മ ചെയ്യുന്ന തേടുന്നു. അപ്പൊ ഓയത്താണ് ഉദ്ദേശം. അതിനാൽ അവസാനം എത്തിപ്പെടുന്ന എന്താ? ഹൃദയത്തിലെ മയം ഉണ്ടാകുമ്പോ അവസാനം എത്തിപ്പെടുന്ന കാര്യം എന്താ? അതിന്റെ അറ്റം, അവസാന അന്ത്യഫലം നന്മ ചെയ്യലല്ലേ. നന്മ ചെയ്യുന്നവെന്നുള്ള അർത്ഥമാണ് ഇപ്പൊ. ചിലര് പറയലുണ്ട് കാരുണ്യവാന്നുള്ള വാക്ക് പറയരുത്. കാരുണ്യം എന്നൊക്കെ പറയുമ്പോ അത് ഹൃദയത്തിലെ മയത്തിലേക്കുള്ള ഒരു മലയാള വേടാണ്. മലയാളത്തിലെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ മയം എന്നാണ് അർത്ഥം. ഏതായിരിക്കട്ടെ, ഉദ്ദേശം എന്താണ്? അനുഗ്രഹം ചെയ്യുന്നവെന്ന് നേരെ പറയാം. ഓക്കെ. വമിൻഹു, ഈ റഹ്മിൽ നിന്നുള്ളതാണ് റഹീമു. റഹീമ് എന്ന പദം അല്ലെങ്കിൽ റഹ്മത്തിൽ നിന്നുള്ളതെന്ന് വെക്കാം. വമിൻഹു പറഞ്ഞാലേ റഹ്മത്തിൽ അല്ലെങ്കിൽ റഹിമ, റഹിമയിൽ നിന്നുള്ളതാണ് എന്നുള്ള. മുമ്പ് റഹിമ എന്നല്ല, മിൻ റഹിമ എന്ന് പറഞ്ഞ മിന്നിട്ട് കാണുന്ന റഹിമ എന്നില്ല ഉസ്താദെ, ആ മാലിയിലേക്ക് മുടക്കിക്കോളൂ. വമിൻഹു, റഹിമയിൽ നിന്നുള്ളതാണ് റഹിമു, ഗർഭാശയം എന്ന അർത്ഥത്തിലുള്ള റഹിമ്. ഗർഭാശയം എന്ത് ചെയ്യുന്നു? ഗർഭത്തിലുള്ള കുഞ്ഞിനെ ആണ് അനുഗ്രഹം ചെയ്യുന്നുണ്ടല്ലോ റഹിമ്. ലിൻഇതാഫിഹ, കാരണം ആ റഹിമ്, ആ പാത്രം, ആ ഗർഭാശയം എന്ന പാത്രം, ആ പാത്രം എന്ത് ചെയ്യുന്നുണ്ട്? മയം ചെയ്യുന്നുണ്ട്. അലാമ, ഒന്നിനിക്ക് അതിലുള്ളതായ ആ കുട്ടിക്ക് പൂർണ്ണമായ മയം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റഹീമ് എന്ന് അതിനെ പറ്റി പറയുന്നത്. അനുഗ്രഹം. അസ്മാഉല്ലാഹി, പിന്നെ അതാ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമങ്ങളൊക്കെ അതിനെ മനസ്സിലാക്കപ്പെടണം. അതിന്റെ അന്ത്യഫലത്തിനെ പരിഗണിച്ചുകൊണ്ട്. മനുഷ്യന്മാർക്ക് പറയുന്ന അതേ അർത്ഥമല്ല അള്ളാഹുലേക്ക് ചേർത്തുമ്പോ. അല്ലത്തി അഫ്ആലുൻ, അന്ത്യഫലം എന്താണ്? പ്രവർത്തനായിരിക്കും. മയം ഉണ്ടാകുമ്പോ, മയം എന്ന് അർത്ഥം വെക്കരുതല്ല, മയം ചെയ്യുന്നവൻ. മയം ഉണ്ടാകുമ്പോ അനുഗ്രഹമാണ് ചൊരിയൽ, അനുഗ്രഹം ചൊരിയുന്നവൻ അർത്ഥം വെക്കണം. അപ്പൊ അങ്ങനെ പ്രവർത്തനാണ് അവിടെ പോയത്. ദൂനൽ മബാദി, മബാദികളല്ല ഉദ്ദേശം, തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ കാര്യമല്ല അള്ളാഹുലേക്ക് ചേർത്ത് വെക്കുമ്പോ. അതൊക്കെ എന്തുകളാണ്? ഒരു പ്രവർത്തന ഫലങ്ങളായിരിക്കും, ഇൻഫിയാലാത്തുകളായിരിക്കും. ഒരാള് ചെയ്തു കൊടുക്കുമ്പോ കിട്ടുന്ന ഫലം അള്ളാഹ്ക്ക് എന്തുണ്ടാവൂല? ഇൻഫിയാലാത്തുകൾ ഉണ്ടാവൂല. മറ്റൊരാള് ചെയ്തിട്ടുണ്ടാകുന്ന ഫലം അള്ളാഹ്ക്ക് ഉണ്ടാവൂല. അള്ളാഹിനെ ഒരാള് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല.
ചുരുക്കി പറഞ്ഞാലേ സബബിന്റെ പേര് പറഞ്ഞ് മുസബബിനെ ഉദ്ദേശിക്കാണ്. കാരണത്തിനെ പറയുന്നു, ഉദ്ദേശം എന്താണ്? കാരണമാക്കപ്പെടുന്ന കാര്യമാണ്. ഹൃദയസ്പന്ദനം എന്നൊന്നല്ല റഹ്മത്തിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് ഹൃദയം അവയവങ്ങളൊന്നുമില്ല. അപ്പൊ അതിനെന്താണ്? അനുഗ്രഹം ചൊരിയുന്നവൻ എന്ന മുസബ്ബബാണ്, കാരണമാക്കപ്പെട്ട, അതിനാൽ ഉണ്ടാകുന്ന കാര്യമാണ് ഉദ്ദേശം. فإن تلك الكيفيات الانفعالية أسباب ومبادئ لتلك الأفعال التي هي غايات لها كالرحمة والرقة اللتين هما من أسباب الإحسان والتفضل. ഇനി റഹ്മാനും റഹീമും തമ്മിൽ ഫർക്കുണ്ടോ? മനസ്സിലായ? ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹു കേൾക്കുന്ന പറഞ്ഞാൽ അള്ളാഹ് ചെവി കൊണ്ട് കേൾക്കുന്നല്ല. അള്ളാഹ്ക്ക് ചെവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിക്കാണ്ടല്ലേ കേൾക്കല്. അങ്ങനെ ഒരു സബബിന്റെ ആവശ്യമൊന്നും അള്ളാഹ്ക്കില്ല. അള്ളാഹുവിന്റെ ദാത്ത് കേൾവിയുള്ളവനാണ്, കേൾക്കുന്നവനാണ്. അത് ചെവിയൊന്നും വേണ്ട. റഹ്മാനു, പിന്നെ റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്താ? റഹ്മാൻ അബ്ലഗു മിന റഹീമി, റഹീം എന്ന പദത്തിനേക്കാളും അമിതമായ അനുഗ്രഹം ചൊരിയുന്നവൻ എന്ന അർത്ഥം കിട്ടും റഹ്മാന്. കാരണം അക്ഷരങ്ങളുടെ വർധനവ് അർത്ഥത്തിന്റെ വർധനവിന്റെ മേലെ അറിയിക്കും. അപ്പൊ റഹ്മാനിലെ റഹീമിനെക്കാട്ടി കൂടുതൽ അർത്ഥമുണ്ട്. ഇപ്പൊ ഖത്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്. ഖത്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര മുറിച്ചു എന്നർത്ഥമുണ്ട്. മുറിച്ചു എന്നർത്ഥമുണ്ട്. പദം കൂടിയ അർത്ഥം കൂടും. കുബാറ് അറിഞ്ഞ വലിയത് എന്നാണ് അർത്ഥം. കുബാറ് അറിഞ്ഞ ഭയങ്കര വലിയത് എന്നർത്ഥം കിട്ടും. ഈ അർത്ഥത്തിന്റെ വർധനവ് ഇന്നമാ തൂഖദു താറത്തൻ, ചിലപ്പോൾ അതിനെ പിടിക്കപ്പെടും. ദാലിക്കന്റെ ലമീറെ മടക്കണ്ടേ, എന്നാണ് പെന്നും കടലാസും ആണെന്ന് പറഞ്ഞത്. വദാലിക്ക, ഈ അർത്ഥത്തിന്റെ വർധനവ് ഇന്നമാ തൂഖദു, അതിനെ പിടിക്കും. കമ്മിയത്തി, ചിലപ്പോൾ എണ്ണത്തിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും വർധനവ് ഉണ്ടാകുന്നത്. ധാരാളം എണ്ണെന്ന് മനസ്സിലായ? താറത്തൻ ഉഖറ എന്നർത്ഥട്ടാ. മറ്റൊരിക്കൽ അത് പിടിക്കല് ബിഅ്തിബാരിൽ കൈഫിയത്തി, ഈ രണ്ടാലും രീതിയായിരിക്കും. അതിന്റെ വണ്ണം പരിഗണിച്ചുകൊണ്ട്, അതിന്റെ രൂപം, മഹത്വം, അതിന്റെ രൂപം, എണ്ണമോ വണ്ണമോ പരിഗണിച്ചുകൊണ്ട് മാത്രമല്ലേ എന്ത് പിടിക്കൊള്ളും? ഈ അർത്ഥത്തിന്റെ വർധനവ് ഉണ്ടാവും. അപ്പോ എണ്ണം പരിഗണിക്കുമ്പോൾ കീല പറയപ്പെടും, യാ റഹ്മാന ദുനിയാ, ദുനിയാവിലെ റഹ്മാനെ. ആ എണ്ണം പരിഗണിച്ചതാ. അത് മുഅ്മിനും കാഫിറിനും വ്യാപകമാക്കും. അവിശ്വാസിക്കും അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നുണ്ട് ദുനിയാവില്. മനസ്സിലായ? അവരെ മുഴുവനും കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ വിശ്വാസിനും കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ പെട്ടതാണ് റഹ്മാന്, എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നവൻ എന്നാണ്. റഹീം അൽ ആഖിറ എന്തും പറയലുണ്ട്. യാ റഹ്മാന ദുനിയ എന്നും പറയലുണ്ട്. റഹീം അൽ ആഖിറത്തി, ആഖിറത്തിൽ അനുഗ്രഹം ചൊരിയുന്നവനാണ് റഹീമിന്റെ അർത്ഥം. അത് ആർക്ക് മാത്രമല്ലേ ഉള്ളൂ? അവിടെ വണ്ണം നോക്കിയിട്ടല്ല, എണ്ണം നോക്കിയിട്ടാണ് അവിടെ റഹ്മാനെ പരിഗണിച്ചത്. എന്ത് റഹ്മാൻ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ വ്യാപകാർത്ഥം ഉണ്ടോന്ന് ചോദിച്ചണ്ട. എല്ലാവർക്കും കൊടുക്കുന്നതായതുകൊണ്ട്, വിശ്വാസിക്കോ അവിശ്വാസിക്കോ ഉള്ളതായതുകൊണ്ട് എണ്ണത്തിൽ വ്യാപകമാണ്. മറ്റേത് എണ്ണത്തിൽ വ്യാപകം കുറഞ്ഞു റഹീമിൽ. വാലത്താനി, രണ്ടാം രീതിയുടെ മേലിൽ കില പറയപ്പെട്ടു. റഹ്മാന്റെ എന്തർത്ഥണ്ട്? ദുന്യാവിലും ആഖിറത്തിലുമുള്ള റഹ്മാനെ, അനുഗ്രഹം ചൊരിയുന്നവൻ. ദുന്യാവിൽ മാത്രം എന്നുള്ള പോയി നിങ്ങളെ ഭയാർത്ഥം. വണ്ണം നോക്കിയിട്ടാ. വണ്ണം എവിടുത്തതാണ്? ആഖിറത്തിലല്ലേ വണ്ണുള്ളത്. റഹീമിന് എന്തോ അർത്ഥം വെച്ച്? ദുന്യാവിൽ അനുഗ്രഹം ചൊരിയുന്നവൻ. ഉഖറവിയായ അനുഗ്രഹങ്ങൾ അതെല്ലാം വണ്ണമുള്ളതാണ്.
ഫതഹ് ചെയ്ത് വായിക്കും ഉസ്താദെ. നിഅമത്തിന്റെ ജമ്മ നിഅമ. അത് ദുന്യവിയത്വം. അപ്പൊ ദുന്യവിയായ അനുഗ്രഹങ്ങള് ജലീലത്തുൻ വഹഖീറത്തുൻ വളരെ നിസ്സാരമാണ്. ജലീലത്ത് അല്ലേ, വലിയതാണെങ്കിലും നിസ്സാരാണ്. അലീമത്തത് കൊടുത്തിട്ടില്ല അവിടെ. മഹത്ത സ്ഥാനൊക്കെ ഉള്ളത് തന്നെയല്ല. അള്ളാഹ് തന്നതന്നല്ല. എന്നാലും അള്ളാന്റെ അടുക്കല എന്താണ്, നിസ്സാരാണ്. പിന്നെ ഈ ഒരു ചോദ്യമുണ്ട്. എന്ത് ചോദിക്കല്ല, ചോദിക്കാനുള്ളവർക്ക് എന്തും ചോദിക്കാം. ഉത്തരം നമ്മൾ പറയണമെന്നുള്ളൂ. എന്തുകൊണ്ട് റഹ്മാനെ മുന്തിച്ചു, റഹീമിനെ മുന്തിച്ചില്ല? റഹ്മാനെ മുന്തിക്കപ്പെട്ടോ. കയറല്ലേ തേടുന്നു, മിനൽ അതിന താന്നതിൽ നിന്നും, ഇലൽ അയല അയലയിലേക്ക്. താന്നത് ആദ്യം പറഞ്ഞിട്ട് അയല വരലാണ് പൊതുവെ. മൂല്യട്ടാട് എല്ലാരും വന്നു, ഉസ്താദും വന്നു. അങ്ങനല്ല പറഞ്ഞേ, മൂല്യറ്റാളൊക്കെ വന്ന് ഉസ്താദും വന്ന്. കണ്ടാ, താന്നത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ വലുത്. ഏതാ താന്നത് എണ്ണം കൊണ്ട് താന്നതാണ് റഹീം അല്ലേ? അല്ലേ, ഇവിടെ ശരിക്കും റഹീമിനെ മുന്തിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് റഹ്മാനെ മുന്തിച്ചു എന്ന്? അബലഗ് റഹ്മാനാ? അതെ, നേരത്തെ ഇയാള് പറഞ്ഞ് എന്താ വണ്ണം കൊണ്ട് റഹ്മാനല്ലേ മുബാലകത്ത് കൂടുതല്, ആശയം കൂടുതൽ ഉണ്ടെന്നല്ല ഇപ്പൊ വരുത്തിയത് മൂല്യര്. അതുകൊണ്ടല്ലേ സിയാദത്തുൽ ബിനാ ഉള്ളത്. പിന്നെ നിങ്ങളെ റഹ്മാൻ ആണ്, റഹീം അബലഗ്. അപ്പൊ ആണ് റഹീം അബലഗ് കുറവാണെന്നല്ല ഇപ്പൊ വരുത്തിയത്. അപ്പൊ ആ വ്യക്തി പ്രകാരം റഹീമിനെ മുന്തിക്കണ്ടേ, അതിനെ മുന്തിക്കണ്ടേ, മറ്റേ അയിലയിലേക്ക് പോണ്ടേ? വന്നാ അല്ല, അങ്ങനെ പോണ്ടേന്ന്. അങ്ങട്ട് എന്തുകൊണ്ട് അവിടെ എന്തിനു മുന്തിച്ചു? മുബാലകത്തുള്ള റഹ്മാനെ മുന്തിച്ചു, അമിതാർത്ഥമുള്ള റഹ്മത്തി ദുന്യ. അതിന്റെ കുദ്ദിമന്റെ ഇല്ലത്ത് പറയാണ്, ദുന്യാവിലെ റഹ്മത്ത് ആദ്യം ഉണ്ടായതല്ലേ. ഒന്ന്. രണ്ടാമത്തെ കാരണം പറയട്ടെ. കുദ്ദിമന്റെ ഇല്ലത്താണ് പറയുന്നത്. ഖിയാസ് അതിന്റെ കാരണം അവിടെ നേരത്തെ പറഞ്ഞതാ. പിന്നെ എന്തുകൊണ്ടുമാണ് ഈ റഹ്മാൻ എന്ന പദം അത് അള്ളാഹുവിന്റെ നേരെ പൈസൽ നാമം പോലെ ആയിട്ടുണ്ട്, അലമ പോലെ ആയിട്ടുണ്ട്. റഹ്മാൻ എന്ന പദം വേറൊരാൾക്കും പറയാൻ പാടില്ല, വസ്ഫായിട്ട് ഉപയോഗിക്കാനേ പാടില്ല. അപ്പൊ എന്തുപോലെ ആയിട്ടുണ്ട്? അള്ളാഹുവിന്റെ മാത്രമുള്ള നാമം പോലെ ആയിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിലും പൈസൽ അലമല്ലാതെ പറയേണ്ടത്, ഇങ്ങോട്ടല്ല അതിന്റെ വിശേഷണങ്ങൾ പറയേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അലമു പോലെ ആയിട്ടുണ്ട്, വൈസൻ അലമു പോലെ ആയിട്ടുണ്ടോ? കാരണം റഹ്മാനിന്റെ നേരാർത്ഥം അൽ മുൻഇമുൽ ഹഖീഖിയുൽ ബാലിഗു ഫിർ റഹ്മത്തി ഗായതഹാ. അൽ മുൻഇമുൽ ഹഖീഖി, ഹഖീഖിയായ അനുഗ്രഹം ചെയ്യുന്നവനാണ്. അൽ ബാലിഗു ഫിർ റഹ്മത്തി, റഹ്മത്തിൽ എത്തിച്ചവൻ. ഗായത, അങ്ങേ തല. വദാലിക, അത് ലാ യസ്ദുഖു അലാ ഗൈരിഹി, ആരമേൽ പറയാൻ പറ്റൂല. റഹ്മാന്റെ അർത്ഥം അങ്ങേ അറ്റത്ത് എത്തിച്ച ആള് എന്നാണ്. അത് അള്ളാഹു അല്ലാത്തവന്റെ മേൽ പറയാൻ പറ്റൂല. കാരണം അല്ലാത്തവനൊക്കെ അവന് മുസ്തഫീലും മറ്റുള്ളവർക്ക് അനുഗ്രഹം ചെയ്യുന്നവരാണ്. എന്ത് മുഖേന? അള്ളാഹുവിന്റെ ലുത്തുഫ് കൊണ്ട്. അള്ളാഹുവിന്റെ ലുത്തുഫ് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം
ചെയ്യൽ കൊണ്ടുമാണ്. ബിലുത്ഫിഹി വ ഇൻആമിഹി, അല്ലാഹു നൽകുന്ന അനുഗ്രഹം കൊണ്ടുമാണ്. യുരീദു, അതുകൊണ്ട് വൈറ് ഉദ്ദേശിക്കുന്നത്, മനാദ ഉദ്ദേശിക്കുന്നത് ജസീല സവാബിൻ, അല്ലാഹു ഇന്ന വണ്ണമായ പ്രതിഫലത്തെയാണ്. ജമീല സനായി, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ഇട്ടണത്. ഔ ജമീല സനായി, ആളുകളുടെ പ്രകീർത്തനം ആഗ്രഹിക്കുന്നു. മനസ്സിലായ? ലാന്നമനതാവ് അല്ല അല്ലാത്തവരൊക്കെ മറ്റുള്ളവർക്ക് ഹുവ മുസ്തഫീദ്, മറ്റുള്ളവർക്ക് അനുഗ്രഹം ചെയ്യുന്നത് ബിലുത്ഫിഹി വ ഇൻആമിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. കാരുണ്യം എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. യുരീദു ബിഹി, അവനാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കണുണ്ടോ, ഒരു ലക്ഷ്യം ഉണ്ട് എനിക്ക്. എന്താ? അള്ളാഹുവിൻ്റെത് അങ്ങനല്ല, ഒരു ലക്ഷ്യമില്ലാതെ അള്ളാഹു ഇങ്ങനെ കൊടുക്കാണ്. ഇവനെ എന്തുണ്ട്, ഒന്നിരിക്കും അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ പ്രകീർത്തനം ആഗ്രഹിക്കുന്നു. ഔ യുസീഹു, യുരീദു ബിഹി, അർത്ഥത്തിന്റെ അക്ഷരം ഇടൂല്ല, അങ്ങനെ നടക്കും. ഔ യുസീഹു, മതിയോ? പൈസ കൊടുത്തു അങ്ങനെ. ഔ യുസീഹു ബിഹി, ഔ യുസീഹു ബിഹില്ല, അല്ലെങ്കിൽ അവൻ നീക്കുന്നു. യുരീദു മുതപ്പ, അവനെ ഒരാൾക്ക് അനുഗ്രഹം ചെയ്യുമ്പോ എന്താ ചെയ്യുന്നത്? നീക്കുന്നു. എന്തിനെ? ഇത് കൂലി ആഗ്രഹിക്കും, അല്ലെങ്കിൽ പോലീസ് പ്രകീർത്തന ആഗ്രഹിക്കും. ഔ യുസീഹു ബിഹി, അല്ലെങ്കിൽ അവൻ നീക്കും. ദിഖ്ഖത്തൽ ജിൻസി, വർഗപരമായ ദയ. ഓൻ ഒരു മനുഷ്യൻ കാണുവാൻ, ഒരു മനുഷ്യനെ കണ്ടപ്പോ ഓനൊരു ബുദ്ധിമുട്ടെ ഓനക്ക് 100 രൂപ എടുത്തെടുത്ത്. അതിപ്പോ എന്തുകൊണ്ടായിരിക്കാം? ഒരു കൂലി ആഗ്രഹിച്ചിട്ടല്ല. നിരീശ്വരവാദി ചിലപ്പം കൊടുക്കലുണ്ട്. അത് ചിലപ്പോ ഓനെന്താ പറയല്ലേ, യുസീഹു, അതുകൊണ്ട് നീക്കുന്നവന്. ദിഖ്ഖത്തൽ ജിൻസിയത്ത്, വർഗപരമായ ആ മാനസിക സ്നേഹത്തെ അവൻ എന്താക്കുന്നു? അതുകൊണ്ട് ആ സ്നേഹത്തെയാണ് അവൻ നീക്കുന്നത്. അവന്റെ ഹൃദയത്തില് വർഗസ്നേഹം ഉണ്ടല്ല, മനുഷ്യനാണല്ലോ അത് എന്നുള്ള ആ ജിൻസിയായ ദിഖത്തിനെയാണ് നീക്കുന്നത്. ഔ ഹുബ്ബൽ മാലി അനിൽ ഖൽബി, അല്ലെങ്കിൽ ചിലര് എന്തിനു വേണ്ടി പൈസ ധർമ്മം ചെയ്യുന്നറിയോ? മനസ്സിൽ നിന്നും സമ്പത്തിനോടുള്ള മഹബത്തിനെ നീക്കാൻ വേണ്ടി. യുസീഹു ഹുബ്ബൽ മാലി, യുസീഹു ദിഖത വ ഹുബ്ബൽ മാലി. അങ്ങനെയുണ്ട്. പൈസനോട് ഭയങ്കര ഒരാൾക്ക് പീറുണ്ടായാല് ആ പീറ പോകാൻ വേണ്ടി എന്തിങ്ങനെ കൊടുക്കുക? ഓന്റെ കയ്യിലുള്ള പൈസ ധർമ്മം ഇങ്ങനെ കൊടുക്കും. ലക്ഷ്യം എന്താ? ഓന്റെ മനസ്സില് പ്രേമ ഉണ്ടല്ല സമ്പത്തിനോട്, അത് നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അള്ളാന്റെ കൂലി ഒന്നും ആഗ്രഹിക്കണില്ല, ഇത് മാത്രം ആഗ്രഹിക്കാൻ കൊടുക്കണവരും ഉണ്ടാവും. അങ്ങനെ ഒരു രീതികളുണ്ടാവും. പിന്നെ അതോട് കൂടെ ഇന്നഹു, നിശ്ചയമായും ആര്? അല്ലല്ലാത്തവൻ, അല്ലല്ലാത്ത ആര് അനുഗ്രഹം ചെയ്താൽ അവനൊക്കെ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? റഹ്മാനി എന്നത് മറക്കണ്ട. റഹ്മാനി എന്നത് അള്ളാഹുമാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഹഖീഖിയായ അനുഗ്രഹം ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. എന്തേ? മുമ്പുണ്ട് ഒരു മൗലവിന്റെ പ്രസംഗം, എന്താ ഇസ്തിഗാസ ശിർക്കാണെന്ന് റഹ്മാൻ റഹീം എന്ന് കിട്ടൂ. കാരണം അല്ലല്ലേ അനുഗ്രഹം ചെയ്യല്, അല്ലല്ലേ അനുഗ്രഹം ചെയ്യല്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് വൈദ്യശേഖരന്റെ അനുഗ്രഹം തേടുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചിട്ടില്ലേ? ആ ചൊയലി ചങ്ങായിണ്ടല്ലോ, പൊട്ടൻ, മറ്റേ തണ്ടപ്പൊടി, ഓന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അവരെ എന്താക്കാനും പാടില്ല, ഭൗതിക കാര്യങ്ങൾ ഒരാളോടും ചോദിക്കാൻ പാടില്ല. റഹ്മാനെ വെക്കുകയാണെങ്കിൽ റഹ്മാന്റെ വായനയാണ് ഇവിടെ പറഞ്ഞത്. അൽ മുൻഇമുൽ ഹഖീഖിയുൽ ബാലിഗു, ഒറിജിനലായ നിയമത്ത് ചെയ്യുന്നവൻ അള്ളയാണ് എന്നാണ് അർത്ഥം. മറ്റുള്ളവരൊക്കെ എന്ത് മാത്രമാണ്? അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹത്തുനിന്ന് ചെയ്യുന്നവരാ. അത് ഭൗതികക്കാരാകട്ടെ അഭൗതികക്കാരാകട്ടെ, ആ ഔലിയാക്കളിൽ നിന്ന് കിട്ടുന്നതാവട്ടെ സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്നതാവട്ടെ, ഹഖീഖിയായ നിയമത്ത് ആരാണ് ചെയ്യുന്നതെന്നാണ് റഹ്മാന്റെ അർത്ഥം. മനസ്സിലായ? ഹയവാൻ പൈതാവ് എഴുതിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ അഭൗതിക സഹായം അല്ല മാത്രം ചെയ്യുന്നത് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. അതാ ഇവിടെ പോയിന്റ്, നമ്മളെ പോയിന്റ്. അതുണ്ടെങ്കിൽ അതാ കൊണ്ടുണ്ട്. അപ്പൊ അതെന്താണ്? അള്ളാഹുവിന്റെ അലമ പോലെ
യായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അനുഗ്രഹം ചെയ്യുന്നവൻ. സുമ്മ പിന്നെ അല്ലല്ലാത്തവരൊക്കെ വാസിത്തെത്തി ആരെങ്കിലൊക്കെ ആർക്കെങ്കിലും അനുഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുപോലെയാണ്? അയാൾ ഒരു മാധ്യമം മാത്രമാണ് ഈ വിഷയത്തിൽ. തന്നെയാണ് കാരണം എന്തുകൊണ്ട്? അനുഗ്രഹം അനുഗ്രഹത്തിന്റെ ഉണ്ടാവലും അത് ചേർക്കാനുള്ള മനുഷ്യർക്ക് കഴിവും അതിനെ മേൽ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളും അതുകൊണ്ടുള്ള ഇനിയിപ്പോ കിട്ടിയാൽ തന്നെ ഒരാൾക്ക് കിട്ടിയാൽ തന്നെ അയാൾക്കത് ഉപകാരമെടുക്കാനുള്ള സൗകര്യവും ഒരു ശക്തിയും അല്ലത്തേതായ അതുകൊണ്ട് ഞാനെന്നെ വായിക്കണ്ടൊക്കെ ഉപകാരമുണ്ടാകും. അതുകൊണ്ട് ഉപകാരം എടുക്കലും ഉണ്ടാകുന്ന ശക്തിയുമൊക്കെ മറ്റു പല കാര്യങ്ങളും ഇത് ഉണ്ടാവാനുള്ള പ്രേരിപ്പിക്കുന്ന കാര്യവും അത് ചേർക്കാനുള്ള കഴിവും മറ്റൊരാളിലേക്ക് ഉപകാരം കൊടുക്കാനുള്ള കഴിവും ആ നിയമത്തെ തന്നെ എടുത്തു കൊടുക്കണേ. ആ നിയമത്തെ തന്നെ ആദ്യം പറഞ്ഞതാണ്. ആ നിയമത്തെ തന്നെ അത് ഉണ്ടായതും അത് ചേർക്കാൻ ഓരോന്നിനും ക്രമത്തിൽ പറയണ്ടേ. അത് ചേർക്കാനുള്ള കഴിവും അതിന്റെ മേൽ പ്രേരിപ്പിക്കണം. നമ്മുടെ മനസ്സ് തോന്നൽ അതിനെ പ്രേരിപ്പിക്കുന്നയാളും അതുപോലെ അത് കിട്ടിയാൽ തന്നെ അത് ഉപകാരം എടുക്കാനുള്ള സൗകര്യവും പിന്നെ അതുകൊണ്ട് ഉപകാരമെടുക്കുന്ന ശക്തിയും അതല്ലാത്തതൊക്കെ മിൻ ഖൽഖിഹി അതിന്റെ ഖബർ അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടി. ഖബറിന് എഴുതി കൊടുക്കുന്ന സ്ഥലം മറ്റേ ഒന്നായിട്ട് ചാമ്പോടെ അതൊക്കെ മിൻ ഖൽഖിഹി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിക്കാൻ ഒരാൾക്കും സാധിക്കൂല. അപ്പൊ യഥാർത്ഥ റഹ്മത്ത് അള്ളാഹുവിൻ്റെതാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ മുമ്പ് പറഞ്ഞത് എവിടെയെന്നറിയോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് റഹ്മാൻ ആണ് യഥാർത്ഥ അലമാണെന്ന് പറയുന്നത്. മനസ്സിലായോ? റഹ്മാന നിശ്ചയം റഹ്മാൻ എന്ന പദം ലമ്മാദല്ലാതെ അറിയിക്കുന്നുണ്ട് അലാ ജലാലിൻ നിഅമി അല്ലാഹുവിന്റെ വണ്ണമായ അനുഗ്രഹങ്ങളുടെ മേലിൽ അതിന്റെ അടിത്തറയുടെ മേൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ അല്ലാഹു തആല റഹീമും കൂടി പറഞ്ഞു. അതായത് റഹ്മാൻ എന്ന വണ്ണമായ അനുഗ്രഹം എന്ന ഒരു ദലാലത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ചെറിയ റഹ്മത്തിൽ പെടാതിരിക്കുമെന്ന് തോന്നണ്ടാച്ചിട്ട് കൂടെ എന്തുകൂടി പറഞ്ഞു. വലിയത് ആദ്യം പറഞ്ഞിട്ട് ചെറിയത് പറഞ്ഞതിന്റെ കാരണം പറയുമ്പോ അങ്ങനെ പറയണ്ട. വണ്ണമായത് എന്നൊക്കെ പറയണ്ടല്ല റഹ്മാനില്. അങ്ങനെ ആയപ്പോൾ അതങ്ങനെ അതിന്റെ മേലെ ഒരു ദലാലത്ത് വന്നപ്പോൾ റഹീമ അപ്പൊ ചെറിയ റഹ്മത്തിലേക്ക് സൂചിപ്പിക്കുന്ന റഹീം എന്ന പദം പറഞ്ഞു. അത് ആ റഹീമ ഉൾപ്പെടുത്താൻ വേണ്ടി ആര് ഫായിലൊക്കെ മടക്കേണ്ട സ്ഥാനം ലിയതനാവല റഹീമാണ് പറയുമ്പോ മാത്രം കണ്ട് എത്തിരുന്നു. ലിയതനാവല ഇതാ കണ്ടിട്ട് റഹീമ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഒന്നിനെ ആ റഹ്മാനിൽ നിന്ന് പുറത്തു പോയതിന്. മനസ്സിലായ? എന്ന് വായിക്കാന്ന് മനസ്സിലാണ്. ഫയക്കൂനു അപ്പോൾ റഹീം ആകുന്നതാണ്. റഹീം ആകുന്നതാണ് അതിന്റെ പൂർത്തീകരണം പോലെയായി. അതിന്റെ പിന്നിൽ വന്ന ആളെ പോലെയായി. അല്ലെങ്കിൽ മുന്തിച്ചത് മൂന്നാം കാരണമായെന്നാ മനസ്സിലാകുന്നത്. പ്രകാരം പറഞ്ഞു നോക്കിയാൽ നമുക്ക് ആദ്യത്തെ അന്നൽ അല്ലെങ്കിൽ റഹ്മത്തി ദുനിയ ولأنه صار كالعالمي لا لتقدم رحمة الدنيا مكاكيال مدي ده لتقدم ദുന്യാവിന്റെ റഹ്മത്ത് ആദ്യം വന്നത് കൊണ്ടാണ് റഹ്മാൻ എന്ന പദം ആദ്യം പറഞ്ഞത്. നിർത്തല്ലേ? പിന്നെ
ഇല്ലത്താണ് പറഞ്ഞ് പൂർത്തിയാക്കാം. ഔലിൽ മുഹാഫദത്ത് അലാ റൂസിലായി ആയത്തിന്റെ തലഭാഗം സൂക്ഷിക്കാൻ വേണ്ടി. കാരണം അവിടെയൊക്കെ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവസാനത്തെ അക്ഷരം സുക്കൂനുള്ള യായിന് ശേഷമാവുക എന്നതാണ് അവിടുത്തെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുക്കൂനുള്ള യായിന് ശേഷം. അർറഹ്മാനിർ റഹീം യായിന് ശേഷം. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നസ്തഈൻ മുസ്തഖീം വലല്ലാലീൻ. അല്ലേ? ഫുൾ അങ്ങനല്ലേ? അതിനു വേണ്ടിയുമാണ്. ഇനി നമുക്ക് അടുത്താക്കാം അല്ലേ?